കതിർന്നുള്ളിയെടുത്ത് കണ്ണാക്കുന്ന. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് വരാൻ പോകുന്ന ഈ ഒരു വർഷം 2025 ആദ്യമായിട്ട് നമ്മൾ അടുത്ത മാസം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുഷ്പാഞ്ജലി സ്വാമിയാരായ നടുവിൽ മഠം അച്യുതഭാരതി സ്വാമിയാരുടെ കാർമ്മികത്വത്തിലുള്ള സപ്താഹം ഏപ്രിൽ മാസം 20-ാം തീയതി തുടങ്ങി 27-ാം തീയതി വരെ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ നടത്താൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഈ മാർച്ച് മാസം 30-ാം തീയതി തൊട്ട് 21 ദിവസത്തെ നാരായണീയ പാരായണ യജ്ഞം എല്ലാ ദിവസവും ഓരോ നാരായണീയ പാരായണ സമിതികളുടെ നേതൃത്വത്തിൽ അമ്പലത്തിൽ നടത്തുകയാണ്. 21-ാമത്തെ ദിവസം ഏപ്രിൽ 19-ാം തീയതി അത് അവസാനിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 20-ാം തീയതി അഖണ്ഡ വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി സപ്താഹത്തിൻ്റെ തുടക്കമാവും. 20-ാം തീയതി വൈകിട്ട് സപ്താഹത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കും. അങ്ങനെ 7 ദിവസത്തെ 21 തൊട്ട് 27 വരെയുള്ള സപ്താഹം ഇവിടെ അരങ്ങേറും. അതിന് പാരലായിട്ട് തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ തുടങ്ങുകയാണ്. ഇന്ന് ഇവിടെ കോട്ടയത്ത് തന്നെ എനിക്ക് തോന്നുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ശ്രീമദ് ഭാഗവത മഹാസത്രം നടന്നിട്ടുള്ളൂ. നമുക്കിവിടെ ആദ്യമായിട്ട് നമ്മളൊരു അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്രം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആലോചനാ യോഗമാണ് നമ്മളിവിടെ കൂടുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യുന്നതിനായിട്ട് തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സമുന്നതനായ ഋഷിശ്രേഷ്ഠനായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി അദ്ദേഹം തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട്. അദ്ദേഹം ഒരു 20 മിനിറ്റിനകത്ത് ഇവിടെ എത്തും എന്നാണ് ഇപ്പം അറിഞ്ഞത്. അദ്ദേഹം വരുമ്പോൾ നമുക്ക് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരിക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണകുംഭമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം വന്ന ഉടനെ തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. ഡിസംബർ മാസം 20-ാം തീയതി തുടങ്ങി 30-ാം തീയതി വരെ 2025 ഡിസംബർ 20-ന് തുടങ്ങി ഡിസംബർ 30 വരെയുള്ള 11 ദിവസത്തിൽ ശ്രീമദ് ഭാഗവത മഹാസത്രം നടത്തുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പറയുന്നതായിരിക്കും. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ശ്രീ പത്മനാഭ അന്തർദേശീയ മഹാസത്ര സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ മഹാസത്രം നമ്മൾ ഇവിടെ അരങ്ങേറുന്നത്. 11 ദിവസമായിട്ട് 100-ലധികം പ്രസിദ്ധന്മാരായ ഭാഗവത ആചാര്യന്മാർ, വളരെ പ്രസിദ്ധന്മാരായ ആൾക്കാരായിരിക്കും ഇവിടെ പങ്കെടുക്കുന്നത്. അവരുടെ ഒരു ലിസ്റ്റും ഓൾറെഡി തീരുമാനമായി. അവർക്കൊക്കെ ഓരോ സബ്ജക്റ്റ് കൊടുക്കുകയും അവർക്ക് ഡേറ്റും ടൈമും കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ തുടങ്ങുകയാണ്. അതിനാണ് ഡേറ്റ് ഇപ്പോഴേ തീരുമാനിക്കേണ്ടി വന്നത്. ഡിസംബർ 20 തൊട്ട് 30 ദിവസം വരെയുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂർ വീതം ടൈം വെച്ച് വളരെ കൃത്യമായിട്ട് സമയ നിഷ്കർഷയോടുകൂടി ഉള്ള ഒരു പരിപാടിയാണ് ഈ മഹാസത്രം. അതിനകത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. എന്നാലേ അത് ഭംഗിയായിട്ട് പോവുള്ളൂ. അപ്പം അതിന് വളരെ നേരത്തെ തന്നെ ഈ ആചാര്യന്മാരെ വിളിക്കുകയും അവർക്ക് തലേദിവസം വരാനാണെങ്കിൽ അവർ വരും. വളരെ ചിലപ്പം ദൂരെ നിന്ന് വരുന്നവരുണ്ട്. അതിനകത്ത് ചിലരൊക്കെ ഫ്ലൈറ്റിൽ വരെ വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു വേണം. അത് വളരെ ഒരു കഠിനമായ ഒരു യത്നമാണിത്. ആ സ്റ്റേജിലെ പ്രോഗ്രാം മാത്രമല്ല, 11 ദിവസം വരുന്ന എല്ലാ ആൾക്കാർക്കും ഇത് ശ്രവിക്കാനായി വരുന്ന ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വരുന്നവരുണ്ടാവും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പം മഹാസത്രം എന്ന് പറയുമ്പം അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ചുമതലകളുണ്ട്.
പലപ്പോഴും ഈ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പറ്റാറില്ല. ഞാൻ തിരുവനന്തപുരത്ത് 2022 ഡിസംബർ 13 തുടങ്ങി 23 വരെ ഒരു ഗംഭീരമായ സത്രം നടത്തിയിരുന്നു. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തെക്കേ നടയിൽ തന്നെയുള്ള വൈകുണ്ഠം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. ഡിസംബർ 13 തുടങ്ങി 23 വരെ 2022. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ഒരു 110ഓളം ആചാര്യന്മാർ വന്നു. എല്ലാവരും കൃത്യസമയത്ത് വരികയും കൃത്യമായി നടക്കുകയും ചെയ്തു. രാവിലെ 4:30 പരിപാടികൾ തുടങ്ങിയാൽ രാത്രി ഏതെങ്കിലും ഒരു നമ്മുടെ കൾച്ചറൽ ഇവൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ 10:30 ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 8 മണിയോടുകൂടി തീരും. 8 മണി കഴിഞ്ഞാൽ കൾച്ചറൽ ഇവൻറ്റ്സിന് സ്റ്റേജ് കൊടുക്കാറുണ്ട്. അപ്പം മിക്കവാറും 11 ദിവസവും കൾച്ചറൽ ഇവൻറ്റ്സും കാണും. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ 10-10:30 ആവും. അപ്പോൾ രാവിലെ 4:30 തുടങ്ങിയാൽ രാത്രി 10:30 വരെ കണ്ടിന്യൂസ് 11 ദിവസങ്ങളാണ്. അതിൽ രാവിലെ 4:30 ഗണപതി ഹോമം കൊണ്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പാരായണം. പാരായണം രാവിലെ 4:30 തുടങ്ങിക്കഴിഞ്ഞാൽ മൂലം പാരായണം 8:30 മണിയോടുകൂടി തീർക്കും. അത് സപ്താഹം പോലെ അല്ല സത്രം നടക്കുന്നത്. സപ്താഹം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പാരായണം ഇങ്ങനെ നടക്കുകയും ഇടയ്ക്ക് ചില കഥകൾ പറയുകയും മാത്രമാണ്. ഇതങ്ങനെയല്ല. അന്ന് നമ്മൾ ഈ വായിക്കുന്ന പാരായണത്തിൻ്റെ ഭാഗം, ശ്രീമദ് ഭാഗവതത്തിൻ്റെ മൂലത്തിൻ്റെ ആ ഒരു ഭാഗം, അതിൽ വരുന്ന കഥകൾ മുഴുവനും അന്ന് പറഞ്ഞു തീർക്കും. അതാണ് അന്നത്തെ ദിവസം കൊടുക്കുന്ന ടോപ്പിക്സ്. അപ്പം അങ്ങനെ ഭാഗവതത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കഥകളും പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അതും കഥകൾ മാത്രമല്ല, അതിൻ്റെ സാരം എന്താണെന്നും അതിൻ്റെ മെസ്സേജ് എന്താണെന്നും ഒക്കെ അവർ പറയും. അതിനെ അറിയപ്പെടുന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ 8:30 പ്രഭാഷണങ്ങൾ തുടങ്ങിയാൽ 8:30 തൊട്ട് 9:30 വരെ, 9:30 തൊട്ട് 10:30 വരെ ഇങ്ങനെ ടൈം കൊടുത്ത് സ്ലോട്ട് കൊടുത്താണ് പറഞ്ഞു പോകുന്നത്. അത് സത്രം പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കാം, കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതങ്ങനെ വന്ന് വൈകുന്നേരം 6:30 മണിക്ക് ഏറ്റവും പ്രസിദ്ധനായ ഒരാൾ, വളരെ പ്രസിദ്ധനായിട്ട് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും കാണും. അത് വൈകിട്ട് 6:30 മണിക്കാണ്. അത് ജസ്റ്റ് ഈ ഭാഗവതം മാത്രമായിരിക്കത്തില്ല, നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഒക്കെ ഉള്ള മൂല്യത്തെ ബേസ് ചെയ്ത്, ചിലപ്പോൾ അത് രാമായണമായിരിക്കാം, ഭാരതമായിരിക്കാം, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട്, ഇപ്പം തന്നെ എക്സാമ്പിൾ ഇപ്പം ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന ടോപ്പിക്ക് അഷ്ടാവക്ര ഗീതയായിരിക്കും. അപ്പോൾ അത് ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ വന്ന് വൈകിട്ട് ഒരു 1 hour അല്ലെ 1 to 2 hours, 6:30 തൊട്ട് 7:30, 8:30, അത് കഴിഞ്ഞിട്ടാണ് കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചാർട്ട് ചെയ്ത് പോകുന്നത്. അത് ഇപ്പോഴേ തന്നെ തീരുമാനിച്ച് അറിയിച്ച് അവരുടെ ഡേറ്റ് എടുത്ത് അങ്ങനെ പോവുകയാണ്. അത് ചെയ്യുന്നതിനായിട്ട് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായ ഒരു സംസ്കൃത പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സാറിനെ ഇപ്പം തന്നെ നമ്മളത് ഏൽപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആ കർമ്മം ഡേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞുകൊണ്ട് ഇനി അത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഡേറ്റും ടൈമും കൊടുക്കുന്നതും ആളുകളുടെ ടൈം എടുക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ കർമ്മം ഇപ്പോഴേ തുടങ്ങി. പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടി വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ഇവിടെ ചെയ്യുക. നമുക്കിവിടെ ഫുഡിന് 4 നേരവും ഭക്ഷണം കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കും ആളുകൾക്ക്, വരുന്നവർക്കെല്ലാം. ഹാളിൽ ഒരു 1500-2000 പേരിരിക്കുന്ന ഹാള് വേണം. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരു സത്രം കഴിയുമ്പോൾ അമ്പലത്തിൻ്റെ രൂപവും ഭാവവും തന്നെ മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സത്രം നടത്തുന്നത്. സത്രം നടന്ന അമ്പലം എന്ന് നമ്മുടെ അമ്പലത്തെപ്പറ്റി അറിയണം. ഭാഗവത മഹാസത്രം നടന്ന അമ്പലമാണ് വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് കോട്ടയം ജില്ല മാത്രമല്ല, പുറത്തുള്ള ജില്ലകളിലും അറിയപ്പെടണം. അപ്പോൾ ഇവിടെ വന്നു പോയി കഴിഞ്ഞ ആൾക്കാർ പോയി പറയണം, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഈ അമ്പലത്തിൻ്റെ സ്ഥിതി എന്താണ്, ആ അമ്പലത്തിനെ കുറിച്ച് ആ ഖ്യാതി ലോകം മുഴുവൻ എത്തണം. പിന്നെ ഓൺലൈനായിട്ടും ചിലപ്പോൾ ലൈവായിട്ട് നമ്മൾ സ്ട്രീമിങ്ങും കാണും. അപ്പം അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ഇരിക്കുന്നവർക്കും ലൈവായിട്ട് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം കാണാൻ പറ്റും, ലൈവ് സ്ട്രീമിംഗ് കാണും. അപ്പോൾ ഇത് അങ്ങനൊരു ഗംഭീര പരിപാടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരു 10-12 മേജർ കമ്മിറ്റികൾ തന്നെ ഉണ്ടാവേണ്ടി വരും ഓരോ കാര്യങ്ങളും നോക്കാനായിട്ട്.
അപ്പോൾ അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അവരെ അതിലേക്ക് കൊണ്ടുവരികയും അവരുടെ കമ്മിറ്റികളുടെ പ്രവർത്തനം അതിനകത്ത് ഇപ്പോഴേ തുടങ്ങേണ്ട ചില കമ്മിറ്റികളുണ്ട്. പിന്നെ ചില കമ്മിറ്റികൾ കുറച്ചുകൂടെ അങ്ങോട്ട് അതിനടുത്തോട്ട് വരുമ്പം മതി. അപ്പോൾ അതുകൊണ്ട് ചില കമ്മിറ്റികൾ നേരത്തെ തുടങ്ങേണ്ട ഏതാണോ അതൊക്കെ ഇപ്പോഴേ തന്നെ ആലോചിച്ച് തുടങ്ങണം. അതുകൊണ്ടാണ് സാധാരണ 1 വർഷം എടുക്കും മഹാസത്രം നടത്തണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ 1 വർഷം ഇല്ല, നമ്മളിപ്പോൾ മാർച്ചിലാണ് തുടങ്ങുന്നത്, ഡിസംബറിലേക്ക്. അപ്പോൾ മാർച്ച് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസമേ ഉള്ളൂ. 9 മാസം കൊണ്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇവിടെ വന്നിട്ട് പോകുന്ന ഭക്തജനങ്ങൾക്ക് ഒരു വിഷമം തോന്നാത്ത രീതിയിൽ ഇവിടെ വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കും. അവർക്ക് താമസ സൗകര്യം വേണ്ടവർക്ക് താമസ സൗകര്യം വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്തത്. അതിന് അക്കോമഡേഷൻ കമ്മിറ്റി കാണും, ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി കാണും, ഫുഡ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കമ്മിറ്റി. അങ്ങനെ ഓരോ കമ്മിറ്റിക്ക് ഓരോ ചുമതല കൊടുക്കും. അപ്പോൾ അതിനൊക്കെ കൗണ്ടേഴ്സ് കാണും. ആർക്കെങ്കിലും യാത്ര പോകണം, റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ഇങ്ങോട്ട് പോകണം, ബസ് സ്റ്റാൻഡിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിനുള്ള ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റണം. ആർക്കെങ്കിലും വന്നിട്ട് എനിക്കൊരു 2 ദിവസം താമസിക്കാൻ സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് തറയിൽ പാവിരിച്ചെങ്കിലും കിടക്കാനുള്ള സൗകര്യം, ഒരു ബാത്റൂം സൗകര്യം ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഈ ശ്രീ പത്മനാഭ മഹാസത്ര സമിതി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുള്ള ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീവത്സൻ നമ്പൂതിരി നമ്മുടെ ഉപദേശക സമിതിയിലെ മെമ്പർ കൂടാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സ്വാമിയുടെ കൂടെ ഒരുമിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ എത്തും. ഉടനെ വരുമ്പോൾ നമുക്ക് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ ആനയിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. ഇത് ഞാൻ നന്ദിയായിട്ട് പറഞ്ഞു എന്നുള്ളൂ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈ പരിപാടികളിലേക്ക് സ്വാഗതം. ഇത്രയും ഇവിടെ വന്ന ഓരോരുത്തരോടും കൃതജ്ഞതയോടുകൂടി നിങ്ങളെല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു.